The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते, कैसे हो सब लोग? सब बहुत खुशी है क्या? तो पिछले हफ्ता में हम तो कक्षा नहीं चलाया, तो इसी हफ्ता पे ज़रूर उसका बाकी भाग हम तो शुरू करेंगे। तो कई लोग तो पुस्तक ये सब तो दिखाने के लिए जब यहाँ पे पहुँचा है, उस समय सब लोग कहा था कि जब में आप लोगों से इसे पूछते हैं कैसे हो सब लोग, उस समय जब वीडियो देख रहे हैं उस समय घर पे बैठकर आप लोग ऐसे कहते हैं कि जी हाँ मैं खुशी हूँ, ऐसे कहते हैं। मैं ऐसा भरोसा कर रहा हूँ कि वो सही है, ज़रूर होगा। ज़्यादा लोग ऐसे कहा है कि वीडियो देखते हैं और लिखते हैं, जो गृह कार्य है वो सब तो लिखता है, ये सब कर रहा है, लेकिन पढ़ाई कुछ पीछे है, उतना नहीं पढ़ता है। जिस प्रकार स्कूल पे पहुँचते हैं उसी प्रकार उस समय जितना पढ़ता है उसी प्रकार अभी नहीं पढ़ता है, इसे कई छात्र कहा था। लेकिन ऐसा नहीं है, ज़रूर पढ़ना भी है, क्योंकि पब्लिक एग्जाम ज़रूर होगा, इसलिए आप लोग ज़रूर पढ़ना है, ठीक है। കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന കുട്ടികളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ക്ലാസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ രീതിയിൽ പഠിക്കുന്നില്ല, വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ കാണാതിരിക്കണമെന്നില്ല. ഹോംവർക്കുകൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ആ ഹോംവർക്കുകളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. പക്ഷേ പഠനം എന്നുള്ളത് അത്ര കൃത്യമായിട്ട് നടക്കുന്നില്ല, പഠിക്കാനുള്ളൊരു മൂഡില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച തന്നെ പരീക്ഷ നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ മെസ്സേജ്, വോയിസ് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും പരീക്ഷ നടത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പോലെ ആയിരിക്കില്ല, കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഹിന്ദി നടത്തുന്നുണ്ടാവുക. കാരണം ചോദ്യം ചോദിക്കലും ഉണ്ടായിരിക്കും, ഒപ്പം എഴുതലും, രണ്ട് മെത്തേഡിലും കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറാവുക. കാരണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഗ്രൂപ്പ് കോൺഫറൻസ് കോളിലൊക്കെ ഇട്ടിട്ട് എഴുതി അയച്ചിരുന്നു എന്ന് സ്വയം സമ്മതിച്ച് തന്നിരുന്ന കുറച്ച് പേരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പലരും പറഞ്ഞിരുന്നു, കാരണം വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ കോൺഫറൻസ് കോളിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും നിങ്ങൾ വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരിക്കും പരീക്ഷ നടത്തുന്നുണ്ടാവുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ തന്നെ, നിങ്ങളുടെ ഉത്തരം തന്നെ പ്രകടിപ്പിക്കാനുള്ള അവസരം. മറ്റേത് ചർച്ച ചെയ്ത് പലരുടെയും ഉത്തരങ്ങളാവുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, അത് ശരിയാണോ അല്ലേ എന്നൊക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു അവസരം അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതല്ലാതെ സ്വയം നിങ്ങളുടെ മാത്രം ഉത്തരം എഴുതി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഈ പരീക്ഷകളിൽ കണ്ടെത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് തയ്യാറാവുക, കൃത്യമായിട്ട് പഠിക്കുക, ഇതുവരെ എടുത്ത പാഠഭാഗങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക. കാരണം വെച്ചാൽ ഇപ്പോഴേ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇനി അഥവാ ടൈം ടേബിൾ നാളെ മറ്റന്നാളെ തന്നിട്ടില്ലെങ്കിൽ പോലും പരീക്ഷ അടുത്ത ആഴ്ച നടക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി വളരെയധികം ശ്രദ്ധിക്കുക. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിയാനിടയായിട്ടുണ്ട് ഇവിടെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല കേരളത്തിൽ മൊത്തം കൊറോണ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം പ്രധാനമായിട്ട് നോക്കിയാൽ മതിയാവുള്ളൂ. അപ്പോൾ അത് നല്ല തിളപ്പിച്ച വെള്ളം എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം നന്നായി തിളപ്പിച്ച് അത് 2 ഗ്ലാസ് വീതമൊക്കെ ഡെയിലി കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രതിരോധശേഷി നന്നായി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും
അത് സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം ഒരുപാട് പേർക്ക് അറിയാൻ കഴിഞ്ഞു. വീട്ടിൽ പലർക്കും കോവിഡ് സ്ഥിരീകരിച്ച സമയത്തും ഇവിടെ വർക്ക് ചെയ്തവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഈ രീതിയിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചതുകൊണ്ടാവാം. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, അതാണ് ടി വിയിലും മറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമ്മളും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇന്നൊന്നേ തുടങ്ങിയതല്ല, നമ്മൾ ഏകദേശം ജൂൺ മാസം മുതൽക്ക് തന്നെ അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇതുപോലെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടൊക്കെയാണ് ഇതുവരെയൊക്കെ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. രോഗത്തിൻ്റെ വ്യാപനം മറ്റുള്ള കാര്യങ്ങളും എത്രത്തോളം ആണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വളരെയധികം ശ്രദ്ധിക്കുക. എന്തായാലും ആഹാരം കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഉറങ്ങുന്ന കാര്യത്തിനായാലും ഒരുപാട് ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് പറയുന്നുണ്ട്. 12 മണി 1 മണി വരെയൊക്കെ ഒരു കാരണവശാലും അങ്ങനെ ഇരിക്കേണ്ട. രാവിലെ നേരത്തെ നീട്ട് പഠിക്കുക. കാരണം ചിലപ്പോൾ മൊബൈൽ കിട്ടാത്ത പ്രശ്നമാണെങ്കിൽ എങ്ങനെ പോയാലും മൊബൈൽ ഒരു 8 മണിക്ക് ശേഷമൊക്കെ പാരൻസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. എങ്ങനെ പോയാലും പാരൻസ് 8 മണിക്ക് ശേഷമല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കിട്ടില്ല എന്നുള്ള പ്രശ്നമില്ല. കാരണം രാത്രി ഈ പറയുന്ന പോലെ 10 മണിക്ക് തന്നെ കിടക്കുക, രാവിലെ ഈ പറയുന്ന പോലെ 4 മണിക്കോ 4:30ക്കോ നീട്ടതിന് ശേഷം ഈ പറയുന്ന 8 മണി വരെയൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി പാരൻസ് തിരിച്ച് വീട്ടിലെത്തി നിങ്ങൾ ഈ രാത്രി 1 മണി വരെ അല്ലെങ്കിൽ 12 മണി വരെ പഠിക്കുന്ന ആ സമയത്തിനേക്കാൾ കൂടുതൽ ഉഷാറോടുകൂടി രാവിലെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് പറ്റില്ല എന്ന് നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അതിനെ മാറ്റാൻ ശ്രമിക്കുക. കാരണം ഉറക്കത്തിൻ്റെ ചിട്ടകൾ മാറിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ആരോഗ്യത്തിന് വല്ലാത്ത പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കുക. അത് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അറിയില്ല, പക്ഷെ അത് ഭാവിയിൽ നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്വപ്നം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പലർക്കും പല രീതിയിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുന്നുള്ളതും സ്വപ്നത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും ഗൂഗിൾ മീറ്റ് എന്നുള്ള സ്വപ്നമായിരുന്നു നമ്മുടെ. അത് കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ട് നടന്നു. വീഡിയോ ഓണാക്കാനാണ് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. വീഡിയോ ഒക്കെ കൃത്യമായി ഓണാക്കിയിരുന്നു എങ്കിൽ കുറേ കൂടി ആക്റ്റീവ് ആകുമായിരുന്നു. എന്നാലും മറ്റുള്ള ക്ലാസ്സുകളെ അപേക്ഷിച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു. നമുക്ക് ഇടയ്ക്ക് ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ വേണം, അല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ ബോറടി ആവും. അപ്പോൾ അതുപോലെ ആ സ്വപ്നം എന്നുള്ള ഞാൻ പറഞ്ഞു വന്നത് ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേക്ക് കടന്നു മാത്രം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്വപ്നമാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. കാരണം ഒരാഴ്ചത്തെ ഗ്യാപ്പ് വന്നതല്ലേ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി ഓർത്ത് നോക്കുക, പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതിൽ പറയുന്നുണ്ടല്ലോ ആദ്യം തന്നെ എന്താണ് വെറും ചെറിയ ഒരു കുടിലിൽ താമസിക്കുന്ന അവരുടെ സ്വപ്നമാണ് വലിയ ഒരു വീട് എന്നുള്ളത്. അതും ഒരു വീട് പോരാ, ഒരു നില പോരാ. കാരണം അതിൽ ദൈവത്തിനും മറ്റും ഒക്കെ വെക്കാനുള്ള അല്ലെങ്കിൽ ഒരു പൂജാമുറി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ദ്വിമെഞ്ചിൽ 2ാമത്തെ നില മനസ്സിൽ കണ്ടു. അങ്ങനെ അതിൽ ഈ പറയുന്ന ഗ്രാനൈറ്റ് വിരിച്ചതും മാർബിൾ വിരിച്ചതും അതുപോലെ തന്നെ അടുക്കളയിലുള്ള ബാക്കിയുള്ള സാമഗ്രികളെല്ലാം അലങ്കൃതമായതും എല്ലാം അതിമനോഹരമായ അതിൽ അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ സൂര്യപ്രകാശം അവരുടെ ദേഹത്ത് പതിക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ നിന്ന് വരുന്ന ആ ജപ്തി നോട്ടീസ് അവരുടെ കയ്യിൽ വരുന്നതാണ് അവർ സ്വപ്നം കാണുന്നത്. അതിൽ അവർ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് അത് അവസാനിപ്പിക്കുന്നത്. ഡോക്ടർ ജെ ബാബുവിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. ആ ഹിന്ദി പ്രദേശ് में रहने वाला एक हिंदी कवि है डॉक्टर जे बाबू. ठीक है, तो सबसे पहले हम तो उसके बारे में पढ़ेंगे, उसके बाद तो हम तो बाकी पढ़ेंगे. आज तो केवल कुछ भाग है, बहुत छोटी भाग है. केवल हमारा पाठ भाग में जितना गृह कार्य अनुवर्ती कार्य दिया है केवल वही मैं कहता हूँ. उसके बाद अगला कक्षा में हम तो एक नया पाठ भाग शुरू करेंगे. वो तो बहुत अच्छा कहानी है. ठीक है, तो वो शुरू करने के पहले तो इसका अनुवर्ती कार्य हम तो देखेंगे. सबसे पहले लेखक के बारे में देखो. हिंदीधर प्रदेश के हिंदी साहित्यकारों में प्रमुख हैं डॉक्टर जे बाबू. उनका जन्म केरल राज्य तिरुवनंतपुरम में 1952 को हुआ. मुक्तधारा, उलझन और उलाहना उनकी कविताओं का संकलन है. विभाषा अखिल भारतीय कहानी पुरस्कार और हिंदीधर भाषी लेखक पुरस्कार से वे सम्मानित हैं. तो उसके बारे में तो हिंदीधर प्रदेश के हिंदी साहित्यकारों में प्रमुख हैं डॉक्टर जे ബാബു. ഡോക്ടർ ജെ ബാബു അദ്ദേഹം ഹിന്ദിധർ പ്രദേശത്തിൽ തന്നെ അഹിന്ദി പ്രദേശമാണെങ്കിൽ പോലും, അതാണ് ഹിന്ദിധർ പ്രദേശം എന്ന് പറയുന്നത്. അഹിന്ദി പ്രദേശമാണെങ്കിൽ പോലും വളരെയധികം ഹിന്ദി സാഹിത്യത്തിനോട് വല്ലാത്ത താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ ഹിന്ദി സാഹിത്യത്തിൽ പ്രശസ്തി നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ ജെ
ബാബു. उनका जन्म तो केरल राज्य के തിരുവനന്തപുരം में. അദ്ദേഹം ജനിച്ചത് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ഭാഗത്താണ് ജനിച്ചത്. 1952 में उनका जन्म हुआ था. 1952 അദ്ദേഹം ജനിച്ചത്. മുഗ്ധദാന, ഉൽझन और ഉൽഹാന उनकी कविताओं का संकलन है. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് ഉൽझन और ഉൽഹാന പാർശ്വവൽക്കരിക്കപ്പെട്ടതും അതുപോലെ തന്നെ മുഗ്ധദാന സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതകൾ, അതുപോലെ തന്നെ ഉൽझन ഏതെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരെ, അതുപോലെ തന്നെ ഉൽഹാന എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെടുക അല്ലെങ്കിൽ അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാര്, പ്രശ്നങ്ങളിൽ ഉഴറുന്ന ആൾക്കാര്, ഉൻകി കവിതാവുക സങ്കലൻ ഹെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു കളക്ഷനാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കവിതകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മറ്റുള്ളവരാൽ തഴയപ്പെട്ടവരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ടും സംഘർഷങ്ങൾ കൊണ്ടും ഉണരുന്ന വ്യക്തികളെയൊക്കെ വിഷയമാക്കിക്കൊണ്ടാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. വിഭാഷാ അഖിൽ ഭാരതി കഹാനി പുരസ്കാർ और हिंदी भाषी लेखक पुरस्कार से वे सम्मानित हैं. അദ്ദേഹം അഖില ഭാരതീയ കഹാനി പുരസ്കാരവും അതുപോലെ തന്നെ ഹിന്ദി ഭാഷി അഹിന്ദി പ്രദേശത്തുള്ള ലേഖകൻ എന്നുള്ള രീതിയിൽ ഹിന്ദി സാഹിത്യത്തിനുള്ള പുരസ്കാരവും ലഭിച്ച വ്യക്തി ആണ്. അഗല മേരി കോച്ച്. मगर नींद के टूटने के पूर्व ही नोटिस बैंक की आ धमकी सपने में कवि यहाँ किस सामाजिक सच्चाई की ओर इशारा करते हैं? मगर नींद टूटने के पूर्व, ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് കയ്യിൽ വന്ന് പതിച്ചു എന്ന് പറയുന്നത് കവി ഇവിടെ ഏത് സാഹചര്യത്തെയാണ് ഉൾപ്പെടുത്തുന്നത്? സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഏത് സാഹചര്യത്തെയാണ് ഇതിൽ കവി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇത് आप लोग समझकर व्याख्या करके ही लिखना है. एक छोटी अनुच्छेद नहीं है. ये तो परीक्षा में कई बार 6 अंक के लिए, 8 अंक के लिए नहीं, वो 6 अंक के लिए कई बार आया है. तो समाज में होने वाले सभी घटना और ऐसा लोगों की हालत के बारे में भी सूचना करते हुए प्रस्तुत प्रश्न की उत्तर आपको लिखना है. ठीक है. और अगला अनुवर्ती कार्य कविता का आस्वादन टिप्पणी लिखना. कविता का आस्वादन टिप्पणी वो तो 5 अनुच्छेद के रूप में आप तो व्याख्या करके ही लिखना है. तो ये तो परीक्षा में जिस प्रकार लिखा उसी प्रकार आप तो लेखक के बारे में व्याख्या करना है और बाकी सभी अनुच्छेद के आधार पर भूमिका और हर एक अनुच्छेद, हर एक खंड का मूल्य, ये सब समझकर अर्थ, आशय, आपका विचार, आपका दृष्टिकोण, ये सब संकलित करके बहुत विस्तार से इसका आस्वादन टिप्पणी लिखना है. ठीक है. तो अगला एक नजर प्रस्तुत कविता की ओर से एक नजर. एक कठोर सामाजिक सच्चाई को दिखाने वाली कविता है सपने का भी हक नहीं. एक कमरे वाली झोंपड़ी में रहकर महल का सपना देखने वाली मजदूरी का सपना कठोर यथार्थ पर टूट जाता है. उसे लगता है कि बैंक की नोटिस आज धमकती हैं. आगे सपना देखना भी उसके लिए डरवाना बन जाता है. एक कठोर सामाजिक सच्चाई को दिखाने वाली कविता है सपने का हक नहीं. സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു വളരെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. ഈ കമരവാലി ചുമടിമേർക്ക് വെറും ഒറ്റമുറിയുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് മഹൽ കാ സ്വപ്ന ദേഖനെ വാലി ഒരു കൊട്ടാരം സ്വപ്നം കാണുന്ന മസ്ദൂരിൻ കാ സ്വപ്ന ഒരു തൊഴിലാളിയുടെ, ഒരു കൂലിപ്പണിക്കാരിയുടെ സ്വപ്നം കഠോർ യഥാർത്ഥ ടൂട്ട് ജാതാ ഹൈ. സത്യത്തിൽ ആ സ്വപ്നം കഠോർ എന്ന് പറഞ്ഞാൽ അത്യുന്നതമായിട്ട് ആ മഹൽ കൊട്ടാരത്തിൻ്റെ മുഴുവൻ പണി തീർന്നു കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൽ സുഖമായി താമസിക്കുമ്പോഴേക്കും ആ സ്വപ്നം പൊട്ടി തകർന്നു പോകുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരുപാട് വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറ്റുന്ന, നമ്മുടെ വിഷ്വലൈസേഷനിൽ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തിന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് കാണാം, എത്ര വലിയ സ്വപ്നങ്ങൾ കാണാം. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തനം ഏത് രീതിയിൽ പോകുന്നു എന്നത് പ്രധാന ഘടകമാണ്. പലരും ഡോക്ടർ ആവണം എന്നുള്ള സ്വപ്നത്തോടുകൂടി പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഞാൻ ഇത് 17ാമത്തെ വർഷമാണ്. പക്ഷേ ഈ 17 വർഷങ്ങളിൽ നമുക്ക് ഇവിടുന്ന് ഡോക്ടറായിട്ട് വന്ന് കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു 20-25 കുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഈ 17 വർഷത്തിൽ പഠിച്ചിറങ്ങി പോകുന്ന ഏകദേശം 50ഓളം കുട്ടികൾ ഓരോ വർഷം ഇറങ്ങി പോകും. ഏകദേശം 1700ഓളം കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ
അപ്പോൾ അതിൽ വെറും 20-25 പേർക്ക് ഡോക്ടർ ആവാൻ സാധിച്ചിട്ടുള്ളൂ. അവരുടെ സ്വപ്നം യഥാർത്ഥത്തിൽ സ്വപ്നമായിരുന്നു. കാരണം അവരുടെ ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തിൽ അവർ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് ആ സ്വപ്നം സാക്ഷാത്കാരമാകുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു? ഇപ്പോൾ നമുക്ക് ഈ വളരെ കുറച്ച് പാഠഭാഗങ്ങളും കാര്യങ്ങളുള്ളൂ, പഠിക്കാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്നു, കൃത്യമായി പഠിക്കുന്നില്ല, നമുക്ക് എവിടെയൊക്കെ മടി നമ്മളെ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്വപ്നം യാഥാർത്ഥ്യമാവില്ല. അപ്പോൾ നമ്മൾ ഏത് സ്വപ്നമാണോ കാണുന്നത് അതിനുവേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രയത്നം നടത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നു, അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയുള്ള വ്യക്തികളെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇത് ഒരു വിഭാഗമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസോ, അല്ലെങ്കിൽ ഈ പറയുന്ന പൈലറ്റ് ആവാനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിഭാഗത്തിൽ, ഇതുപോലെ ചാർട്ടേഡ് അക്കൗണ്ട് ആയിക്കോട്ടെ, അതുപോലെ ഏത് വിഭാഗങ്ങളായിക്കോട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓരോരുത്തർക്ക് ഓരോന്നാവാനാണ് ആഗ്രഹം, സ്വപ്നങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആവാൻ വേണ്ടി എന്ത് പ്രയത്നം നടത്തുന്നു എന്നുള്ളതാണ്. വെറും ഈ വർഷത്തെ ഒരു പഠനം മാത്രമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പുസ്തകത്തിലുള്ള പഠനം മാത്രമല്ല, അതല്ലാതെ ഇത് നമുക്ക് മാർക്ക് നേടാനുള്ള ഒരു ഉപാധിയും അതുപോലെ തന്നെ അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നേ മതിയാവും. എങ്കിൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും റിസർച്ചുകളും നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധ്യമാവില്ല. ടീക്കേ ബാങ്ക് നോട്ടീസ് ആ ദംതി ഹെ, അവർക്ക് തോന്നുകയാണ് ശരിക്കും ആ സ്വപ്നം പൊട്ടി തകരുന്നത് തന്നെ എങ്ങനെയാണ്. കാരണം വെച്ചാൽ അവർക്കറിയാം അവർ ഒരു ചെറിയ കുടിലിൽ കഴിയുന്നവരാണ്. അവർക്ക് സ്വയം സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പൈസ കൊണ്ട് അവർക്ക് വീട് കെട്ടാൻ കഴിയില്ല. അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവർ ഇത് ചെയ്യുന്ന സമയത്ത്, ഇതുപോലെയുള്ള ഒരു വലിയ സ്വപ്നം കാണുന്ന സമയത്ത് അവർക്കറിയാം ബാങ്കുകാർ എന്തായാലും പിടിമുറുക്കും, അവരുടെ ജപ്തി കൃത്യമായിട്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ ജപ്തി നോട്ടീസ് നമ്മളെ വന്ന് പിടികൂടും. അത് ഒരു എന്താ പറയുക, വായ തുറന്നിരിക്കുന്ന ഒരു വിഷസർപ്പം പോലെ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വപ്നം പൊട്ടി തകരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കണ്ടിരുന്നു. ഏതൊരു വാഹനത്തിന്റെ പിൻവശത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, മുട്ടലിലെ മുത്തേ മൊത്തം മുത്തൂറ്റിൻ്റെയാണ്. ഫിനാൻസ് കമ്പനി, മുത്തൂറ്റ് ഫിനാൻസ് കമ്പനിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മുത്തൂറ്റ് ഫിനാൻസ് കമ്പനി ലോൺ കൊടുത്തിട്ടുള്ള ഒരു ലോറിയാണ്. അപ്പോൾ ആ ലോറിയുടെ ഏറ്റവും പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നത്, കാരണം മുട്ടലിലെ മുത്തേ മൊത്തം മുത്തൂറ്റിൻ്റെയാണ്. കാരണം മുത്തൂറ്റ് കമ്പനിയുടെ ആണ് ഈ വണ്ടി, അത് മുട്ടി തകർത്ത് എൻ്റെ ജീവിതം വഴിയാധാരമാക്കരുത് എന്ന് അതിമനോഹരമായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അകലം പാലിക്കണം എന്നുള്ളതിന് മറ്റൊരു വിഭാഗത്തിൽ, മറ്റൊരു ചിന്താഗതിയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നതായാലും ചിന്തിക്കുന്നതായാലും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആശയങ്ങൾ എങ്ങനെ മുമ്പിലേക്ക് ഇടാം എന്നൊരു ശ്രമം എപ്പോഴും നമ്മൾ നടത്തണം. അതെപ്പോഴും കഥ എഴുതുന്നവർക്കായാലും കവിത എഴുതുന്നവർക്കായാലും ഒരു പക്ഷേ ഒരുപാട് കൂടുതലുണ്ടായിരിക്കും. ബാക്കിയുള്ളവർ സംസാരിക്കൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയിൽ നിന്നോ എൻ്റയർലി വ്യത്യസ്തമായിട്ട്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അവരുടെ വാക്കുകളും അവരുടെ ആശയങ്ങളും മുന്നിലേക്ക് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ആ ലോറിയിൽ കണ്ട വാചകം പോലെ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും ഒരു മാറ്റം ഉണ്ടായിരിക്കണം. നമ്മുടേതായിട്ടുള്ള ചിന്താഗതികൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആകെ സ്വപ്ന ദേഖ്ന ഭി ഉസ്കെ ലിയെ ഡർവാന ബൻ ജാതാ ഹൈ. സത്യം പറഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ പോലും അവർക്ക് സ്വപ്നം കാണാൻ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആ നോട്ടീസ് വന്ന് അവരുടെ മുമ്പിൽ എത്തിയത്. കാരണം ആ നോട്ടീസ് അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഭീകരമായ അവസ്ഥയിലേക്കാണ് അവരെ എത്തിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് പിന്നീടുള്ള സ്വപ്നം പോലും അവർക്ക് കാണാൻ സാധിക്കില്ല എന്ന്. ഇത്രയുള്ള കവിതാഭാഗങ്ങളും നമ്മുടെ പാഠ പ്രവർത്തനങ്ങളും, അതിൽ നിന്ന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. ആ ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം, നിങ്ങളതൊന്ന് എഴുതി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പോയിന്റ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ अभी तो प्रस्तुत कविता के आधार पर सबसे पहले छोटी बहुत छोटी प्रश्न मैं देता हूँ. मैं पूरा प्रश्न अभी आपको दिखाता हूँ और पढ़ता हूँ. वो आप लोग समझना है, लिखना है, उसका उत्तर भी लिखना है. ठीक है. सपना देखने वाली कहाँ रहती है? सपने में वो किसका चित्र खींचने लगी? सपने के घर में किन किन के लिए अलग अलग कमरे हैं? ഇവിടെ वन वर्ड ആയിട്ട് ഞാൻ ഈ ചോദ്യോത്തരങ്ങൾ തരാൻ കാരണം लघुत्व के रूप में मैं क्यों एक प्रश्न देता है माने उसका कारण ऐसे होते हैं कि आपको कविता का आशय ठीक तरह से समझकर एक प्रश्न का उत्तर के रूप में लिखे तो वो आशय आपको सीधा समझ सकते हैं. इसलिए मैं इसे देता हूँ. पूजा का कमरा कहाँ होगा? घर की छत किससे बना है? दीवारों का रंग क्या है?
खिड़की दरवाजे कहाँ रख दिए, जमीन किससे बनाई जाएगी, कौन कौन सी चीजें घर को शोभा देंगी, रसोई किससे चमकेगी, रसोई को ज्यादा चमक और शान कब मिलेगी, सपना देखने वाली किसकी सुरक्षा में सो रही थी, नींद के खुलने के पहले सपने में क्या दम की। देखो मैं जितना पढ़ा वो पूरा सब आपको जानते हैं, लेकिन ये सब तो वो कविता का प्रश्न है. കാരണം ഈ ചോദ്യങ്ങൾ ഒക്കെയാണ് ആ കവിതയുടെ ആശയത്തിനെ സ്പഷ്ടമാക്കുന്നത്. ആര്, എപ്പോ, എവിടെ, അവരുടെ സ്വപ്നങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ വീട് എങ്ങനെ അലങ്കരിക്കുന്നതായിരുന്നു, ഇങ്ങനെയെല്ലാം കൂടി എഴുതുന്ന ആശയമാണ് നമുക്ക് കവിതയുടെ ആസ്വാദന ടിപ്പണിയിലേക്ക് ആവശ്യം. അതിനുവേണ്ടി ചെറുതായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വൺ വേർഡുകളുടെ ചോദ്യങ്ങൾ കുറച്ച് ഇട്ട് തന്നത്. അപ്പോൾ ഇന്ന് क्लास इतना मात्र ठीक है. तो अच्छा, धन्यवाद सबको और अच्छे दिन की शुभकामनाएं. तो बाद में मिलेंगे. बाय.